1965 പുറത്തു വന്ന കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് വയലാർ ബാബുരാജ് ടീമായിരുന്നു. ഇവർ ആദ്യമായി ഒരുമിക്കുന്നത് പാലാട്ട് കോമനിലൂടെയായിരുന്നു. ഉദയയുടെ കുഞ്ചാക്കോ മുതലാളിയുമായി സ്വല്പം സൗന്ദര്യപ്പിണക്കത്തിലായിരുന്ന ദേവരാജൻ മാസ്റ്റർ ആ സമയത്ത് അവരുടെ ചിത്രങ്ങൾ ചെയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് ബാബുരാജിന് ഈ ചിത്രത്തിൽ അവസരം ലഭിക്കുന്നത്. വീണ് കിട്ടിയ അവസരം ബാബുരാജ് അതിമനോഹരമാക്കി. കാട്ടുതുളസി എന്ന ചിത്രം ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് തന്നെ എസ് ജാനകിയുടെ പ്രശസ്തമായ ഈ സൂര്യകാന്തി എന്ന ഗാനത്തിലൂടെയാണ്. തലമുറകളെ അതിശയിക്കുന്ന ആ എസ് ജാനകി ക്ലാസിക് ഇതാ ഒരിക്കൽ കൂടി. പ്രശസ്ത സംവിധായകനായ ഭീം സിംഗിൻ്റെ പാവരിശയിൽപ്പെട്ട ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പാർത്താൽ പശി തീരും. ഇതിൽ ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, സാവിത്രി, സരോജാദേവി, സൗകാർ ജാനകി തുടങ്ങിയവരെല്ലാമായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഇന്നത്തെ ഉലകനായകനായ കമലഹാസൻ ബാലനടനായി ഒരു ഡബിൾ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയത് കണ്ണദാസൻ, വിശ്വനാഥൻ രാമമൂർത്തി ടീമായിരുന്നു. TMSഉം P സുശീലയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഡുവറ്റുണ്ട്. തേങ്ങയിൽ നിന്ന് തെങ്ങാണോ വന്നത്, തെങ്ങിൽ നിന്ന് തേങ്ങയാണോ വന്നത് എന്ന് ചോദിക്കുന്നത് പോലെ കൊടിയസൈന്തതും കാറ്റ് വന്നതാ, കാറ്റ് വന്നതാൽ കൊടിയസൈ